സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലിന്റെ ആദ്യത്തെ രണ്ട് മെത്തേഡുകളായ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിനെ പറ്റിയാണ്. എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? The excess of actual profit over the normal profit is termed as super profit. നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികം നേടുന്ന ലാഭത്തിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിന്റെ ബേസിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ കാണുന്നത്. The steps involved under super profit method are സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. നമ്മൾ കഴിഞ്ഞ മെത്തേഡിലൊക്കെ ചെയ്തതുപോലെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3-4 വർഷത്തെ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിന്റെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 5 വർഷത്തെ ലാഭമാണ് തന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 5. 5 എന്നെങ്കിൽ കിട്ടുന്ന ആൻസർ ആണ് ആവറേജ് പ്രോഫിറ്റ്. സ്റ്റെപ്പ് നമ്പർ 2, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ് ഓൺ ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആ സ്ഥാപനത്തിന്റെ നോർമൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ഫേംസ് ക്യാപിറ്റൽ ഇൻടു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ഫേമിന്റെ ക്യാപിറ്റൽ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫേമിന്റെ ക്യാപിറ്റൽ ഇൻടു 10% ആണെങ്കിൽ 10/100 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് ലഭിക്കും. സ്റ്റെപ്പ് നമ്പർ 3, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ് ബൈ ഡിഡക്റ്റിംഗ് നോർമൽ പ്രോഫിറ്റ് ഫ്രം ദ ആവറേജ് പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വേഷൻ ഇതാണ്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് സ്റ്റെപ്പ് നമ്പർ 1ൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് സ്റ്റെപ്പ് നമ്പർ 2ൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. സ്റ്റെപ്പ് നമ്പർ 4, കാൽക്കുലേറ്റ് ഗുഡ്വിൽ ബൈ മൾട്ടിപ്ലൈയിങ് ദ സൂപ്പർ പ്രോഫിറ്റ് ബൈ ദ ഗിവൺ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നാലാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൂപ്പർ പ്രോഫിറ്റിന്റെ ബേസിൽ എത്ര ഇയേഴ്സ് പർച്ചേസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ we will get the goodwill. ഗുഡ്വിൽ നമുക്ക് ലഭിക്കും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന 2 പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2013 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ആൻഡ് അസർട്ടൈൻ ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ബൈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Total capital employed rupees 1 lakh, normal rate of return 8%, average profit for the last 5 years rupees 12,000, remuneration to partners rupees 3,000, goodwill estimated at 3 years purchase of super profit. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് 12,000 എന്ന് തന്നിട്ടുണ്ടെങ്കിലും താഴെ ഒരു പോയിന്റ് പറയുന്നുണ്ട് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് rupees 3,000. അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്, അത് ലെസ് ചെയ്യണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇതാണ്. 12,000 മൈനസ് 3,000 ഈക്വൽ ടു 9,000. ആവറേജ് പ്രോഫിറ്റ് 9,000 ആണ് നമ്മൾ കണ്ടെത്തി. ഇനി നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ഫേംസ് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഫേമിൻ്റെ ക്യാപിറ്റൽ 1 lakh ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8% ആണ് എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 1 lakh ഇൻറ്റു 8/100 ദാറ്റ് മീൻസ് 8,000. 8,000 ഈസ് ദ നോർമൽ പ്രോഫിറ്റ്. ഇനി നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 9,000 ആണ് നമുക്ക് കിട്ടിയിരുന്നു. മൈനസ് നോർമൽ പ്രോഫിറ്റ് 8,000 ആണ് നമുക്കറിയാം. അപ്പോൾ 9,000 മൈനസ് 8,000 ഈക്വൽ ടു 1,000 ഈസ് ദ സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് 1,000 ആണ് ഇൻറ്റു 3 ഇയേഴ്സ് പർച്ചേസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ 1,000 ഇൻറ്റു 3 ഈക്വൽ ടു 3,000. 3000 എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The books of a business showed that the firm's capital employed on December 31, 2015 rupees 5 lakhs and the profits for the last 5 years 2011 rupees 40,000, 2012 rupees 50,000, 2013 rupees 55,000, 2014 rupees 70,000,
2015 rupees 85,000. You are required to find out the value of goodwill based on 3 years purchase of the super profit of the business given that the normal rate of return is 10%. ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ 5 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 5 വർഷത്തെ ലാഭം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 40,000 plus 50,000 plus 55,000 plus 70,000 plus 85,000 divided by 5. That means 3 lakh divided by 5 equal to 60,000 is the average profit. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ഫേംസ് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഫേം ക്യാപിറ്റൽ 5 lakh ആണ് എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ലാസ്റ്റിൽ 10% ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 lakh ഇൻറ്റു 10/100 ഈക്വൽ ടു 50,000. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 50,000. 60,000 നിന്നും 50,000 ലെസ് ചെയ്താൽ 10,000 is the super profit. ഗുഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇതാണ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് 10,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 3 ഈക്വൽ ടു 30,000. ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് റുപ്പീസ് 30,000. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. 2 പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടായി. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ഒരു ഏരിയയാണ്. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.